നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ CBI അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പരീക്ഷ റദ്ദാക്കുന്നതിലേക്ക് നയിച്ച മാഫിയയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന കണ്ണികളെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പൂനെ സ്വദേശിനിയും ബ്യൂട്ടീഷ്യനുമായ മനീഷ വാഗ്മറെ എന്ന സ്ത്രീയാണ് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഇടനിലക്കാരിയായി പ്രവർത്തിച്ചതെന്നാണ് CBIയുടെ കണ്ടെത്തൽ. പൂനെയിലെ സുഖ്സാഗർ നഗറിൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന മനീഷയെ മെയ് 14 CBI അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കേസിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രധാന പ്രതിയും വിരമിച്ച അധ്യാപകനുമായ PV കുൽക്കർണിക്കൊപ്പം ഇവരെ മെയ് 16 മുതൽ 10 ദിവസത്തേക്ക് CBI കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഇതിനു പിന്നാലെ കേസിലെ സൂത്രധാരന്മാരിൽ ഒരാളായ മനീഷ ഗുരുനാഥ് മന്ധാരെ എന്ന സ്ത്രീയെ ഞായറാഴ്ച ഡൽഹി ഹൈക്കോടതി 14 ദിവസത്തേക്ക് CBI കസ്റ്റഡിയിൽ വിട്ടു നൽകി. ഇതിൽ മനീഷ ഗുരുനാഥ് മന്ധാരെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നീറ്റ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന പാനലിലെ വിദഗ്ധ അംഗമാണ്. മെയ് 15 പൂനെയിൽ നിന്ന് അറസ്റ്റിലായ മന്ധാരെ വൻ തുക കൈപ്പറ്റി തെരഞ്ഞെടുത്ത ചില വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ ചോർത്തി നൽകിയതായി CBI കോടതി വ്യക്തമാക്കി. പരീക്ഷാ പേപ്പർ തയ്യാറാക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരുന്ന സമയത്താണ് ഇവർ അന്തിമ ചോദ്യപേപ്പർ ചോർത്തിയതെന്നാണ് CBIയുടെ കണ്ടെത്തൽ. NTA അംഗമെന്ന നിലയിൽ ഇവർക്ക് ബോട്ടണി, സുവോളജി ചോദ്യപേപ്പറുകളിലേക്ക് പൂർണ്ണമായ പ്രവേശനമുണ്ടായിരുന്നു. മന്ധാരെ മറ്റു പ്രതികളായ മനീഷ വാഗ്മറെ, പ്രഹ്ലാദ് വിട്ടൽ റാവു കുൽക്കർണി എന്നിവരുമായി ഗൂഢാലോചന നടത്തുകയും വലിയ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൈമാറുകയും ചെയ്തുവെന്നും CBI കോടതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മന്ധാരയ്ക്ക് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ പങ്കുണ്ടെന്ന് മനസ്സിലാക്കിയ വാഗ്മറെ അവരുമായി ചേർന്ന് പേപ്പർ വിൽക്കാനുള്ള പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. ഇതിനായി ഇവർ അധ്യാപകനായ കുൽക്കർണിയെയും ഒപ്പം കൂട്ടി. തുടർന്ന് ട്യൂഷൻ അധ്യാപകരെ അന്വേഷിച്ച് തന്നെ സമീപിച്ച വിദ്യാർത്ഥികളുമായി വാഗ്മറെ ബന്ധപ്പെടുകയും ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഏകദേശം 10 ലക്ഷം രൂപ വീതം ഈടാക്കി ഇടപാട് ഉറപ്പിക്കുകയും ചെയ്തു. ഈ തുകയിൽ നിന്ന് 2.5 മുതൽ 3 ലക്ഷം രൂപ വരെ മൂവരും ചേർന്ന് പങ്കിട്ടെടുക്കാനായിരുന്നു പദ്ധതി. ഇത്തരത്തിൽ 5ഓളം വിദ്യാർത്ഥികളെ കണ്ടെത്തിയ ശേഷം വാഗ്മറെ തൻ്റെ പഴയ സുഹൃത്തായ ധനഞ്ജയ് നിവൃത്തി ലോഖണ്ഡെയുമായി പദ്ധതി പങ്കുവച്ചു. ലോഖണ്ഡെ വഴി നാസിക്കിൽ കൗൺസിലിംഗ് ബിസിനസ് നടത്തുന്ന ശുഭം ഖൈർനാറിനെ ഇവർ സമീപിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച പരീക്ഷ റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെ അറസ്റ്റിലായ ആദ്യ ആൾ ശുഭം ഖൈർനാർ ആയിരുന്നു. ലോഖണ്ഡെ വഴി വാഗ്മറയിൽ നിന്ന് ലഭിച്ച നീറ്റ് ചോദ്യപേപ്പറിൻ്റെ PDF ഫയലുകൾ ഖൈർനാർ ഗുരുഗ്രാം സ്വദേശിയായ യശ് യാദവിനും പിന്നീട് ജയ്പൂർ സ്വദേശികൾക്കും കൈമാറുകയായിരുന്നു. ഈ കേസിൽ യശ് യാദവും പിന്നീട് അറസ്റ്റിലായിരുന്നു. കേസിന് പിന്നിൽ വലിയൊരു സംഘടിത ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഇനിയും നിരവധി പ്രതികളെ കണ്ടെത്താനുണ്ടെന്നും CBI കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അന്വേഷണം പ്രാഥമികവും അതീവ നിർണായകവുമായ ഘട്ടത്തിലാണെന്നും ഈ സംഘടിത പേപ്പർ ചോർച്ച മാഫിയയിലെ മറ്റ് സജീവ അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതിനും തെളിവുകൾ കണ്ടെത്തുന്നതിനും പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും CBI വാദിച്ചു. എന്നാൽ മനീഷ ഗുരുനാഥ് മന്ധാരയ്ക്ക് 57 വയസ്സുണ്ടെന്നും അവരൊരു പ്രൊഫസറാണെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാണിച്ച് പ്രതിഭാഗം കസ്റ്റഡി അപേക്ഷയെ എതിർത്തുവെങ്കിലും കോടതി CBIയുടെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു.